നമസ്കാരം. സോഷ്യൽ മീഡിയയിൽ എന്നും ആഘോഷമാക്കാറുള്ള രണ്ട് സംഭവങ്ങളാണ് വിവാഹവും വിവാഹമോചനവും. ഇത് സെലിബ്രിറ്റികളുടെ കുടുംബത്തിൽ ഉണ്ടാകുമ്പോഴാണ് സോഷ്യൽ മീഡിയ അടക്കം ചർച്ചയാകുന്നത്. അതുപോലെ ഒരു സമയത്ത് ചർച്ചയായ വിവാഹമോചനമായിരുന്നു മനോജ് കെ ജെയിന്റെയും ഉർവശിയുടെയും. ഇരുവരും പുതിയ ജീവിതവുമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. ഇരുവരെയും ഇപ്പോഴും ഒരുമിച്ച് നിർത്തുന്ന ഒരു ഘടകം മകൾ തേജ ലക്ഷ്മി എന്ന കുഞ്ഞാറ്റയാണ്. മനോജ് കെ ജെയിനോ ഉർവശിയോ തങ്ങളുടെ വിവാഹ ജീവിതം സംബന്ധിച്ച് വിഴുപ്പലക്കുന്നത് ഇതുവരെ കണ്ടിട്ടില്ല. മാത്രമല്ല, കഴിഞ്ഞ ദിവസം കുഞ്ഞാറ്റയുടെ ആദ്യ സിനിമയുടെ പത്രസമ്മേളനത്തിൽ ഉർവശിയെക്കുറിച്ച് സംസാരിക്കവേ മനോജ് കെ ജെയിൻ വിതുമ്പുന്നതും നമ്മൾ കണ്ടു. മകൾ സിനിമയിൽ അഭിനയിക്കാനുള്ള ആഗ്രഹം പറഞ്ഞപ്പോൾ ആദ്യം അമ്മയെ ചെന്ന് കണ്ട അനുവാദം വാങ്ങാനാണ് മനോജ് കെ ജെയിൻ മകളോട് നിർദ്ദേശിച്ചത്. അമ്മ സമ്മതിച്ചാൽ അഭിനയിക്കാം എന്നായിരുന്നു ആ അച്ഛൻ സ്വീകരിച്ച നിലപാട്. ഉർവശി ദക്ഷിണേന്ത്യ കണ്ട ഏറ്റവും മികച്ച നടിമാരിൽ ഒരാളാണെന്ന് പറയാനും മനോജ് കെ ജെയിന് രണ്ടുവട്ടം ആലോചിക്കേണ്ടി വന്നില്ല. വിവാഹമോചനം നടന്നപ്പോൾ കുഞ്ഞാറ്റ അച്ഛനൊപ്പമായിരുന്നു. അച്ഛനൊപ്പം വളർന്നെങ്കിലും അമ്മയുമായുള്ള ബന്ധത്തിൽ ഒരു ഉലച്ചിലും ഉണ്ടായിട്ടില്ല. രണ്ടുപേരും രണ്ടിടത്താണെങ്കിലും അമ്മയെക്കുറിച്ചും അച്ഛനെക്കുറിച്ചും ഒരുപോലെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയുമാണ് കുഞ്ഞാറ്റ സംസാരിക്കുന്നത്. അമ്മയെ പോലെ തന്നെ മകളും ഒരു സ്റ്റാർ ആകുമോ എന്ന ചോദ്യത്തിന് കുഞ്ഞാറ്റ നൽകിയ മറുപടി സോഷ്യൽ മീഡിയയുടെ കൈയടി നേടുകയാണ്. ഒരേ ഒരു ഉർവശി മാത്രമേ ഉള്ളൂ. ഒരിക്കലും റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത ഒരാളാണ് എൻ്റെ അമ്മ. ഞാൻ അതിൽ മികച്ചതാകുന്നത് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. കഴിഞ്ഞ മാസം ചെന്നൈയിൽ പോയപ്പോൾ അമ്മയോട് ചോദിച്ചു, അമ്മ ഓരോ സീനുകൾ വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന്. പുള്ളിക്കാരി ജസ്റ്റ് ഒന്ന് സിറ്റുവേഷൻ അഭിനയിച്ച് കാണിച്ചു തന്നു. ഞാനത് കണ്ട് ഞെട്ടിപ്പോയി. അത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള നടിയാണ് എന്താണ് കുഞ്ഞാറ്റ പറയുന്നത്. അതേസമയം ഇതൊന്നുമല്ല ഇവിടുത്തെ പ്രധാന ചർച്ചാ വിഷയം. ഉർവശി, മനോജ് കെ ജെയിൻ എന്നിവരുടേതിന് സമാന കുടുംബ സാഹചര്യമുള്ളവരാണ് ദിലീപും മഞ്ജു വാര്യരും. ഇരുവരും വിവാഹമോചിതരാണ്. മകൾ മീനാക്ഷി അച്ഛൻ ദിലീപിനൊപ്പമാണ് വളർന്നത്. എന്നാൽ മഞ്ജുവും മീനാക്ഷിയും തമ്മിൽ ഉർവശിയും കുഞ്ഞാറ്റയും തമ്മിലുള്ളതുപോലുള്ള ഊഷ്മളമായ ബന്ധമുണ്ടോ എന്നാണ് ആരാധകർ ചോദിക്കുന്നത്. ഇരുവരെയും ഒരുമിച്ച് പൊതുയിടങ്ങളിൽ കാണാറില്ല. ഈ അടുത്ത് മാത്രമാണ് മീനാക്ഷിയെ മഞ്ജു വാര്യർ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യാൻ ആരംഭിച്ചത് പോലും. മാത്രമല്ല, മീനാക്ഷിയുടെ ഗ്രാജുവേഷൻ പോലുള്ള പ്രധാനപ്പെട്ട പരിപാടികളിലും അമ്മയായ മഞ്ജു വാര്യരുടെ സാന്നിധ്യം കണ്ടില്ല. ദിലീപും കാവ്യമാധവനുമാണ് മീനാക്ഷിക്കൊപ്പം ഉണ്ടായിരുന്നത്. മനോജ് കെ ജെയിൻ ഉർവശിയെ കുറിച്ച് സംസാരിച്ചതുപോലെ ദിലീപ് മുൻ ഭാര്യയായ മഞ്ജു വാര്യരെ കുറിച്ച് സംസാരിക്കുമോ എന്നും സോഷ്യൽ മീഡിയയിൽ ചിലർ ചോദിക്കുന്നുണ്ട്. ദിലീപ് ഇത് കണ്ടാൽ നന്നായിരുന്നു എന്നാണ് ഒരു കമന്റ്. മനോജ് ഒരിക്കലും ഉർവശിയെ കുറിച്ച് തന്റെ മോളുടെ മനസ്സിൽ വിഷയം കുത്തിയിട്ടില്ല എന്നതിന് തെളിവാണ്. എന്നാൽ പലയിടത്തും അങ്ങനെയല്ല എന്നാണ് മറ്റൊരു കമന്റ്. എന്തായാലും ഉർവശി ശാപം വിനയായതുപോലത്തെ അവസ്ഥയാണ് ഇപ്പോൾ.